കലാസ്നേഹികളെ, ആദ്യമേ ഞാൻ ഒരു കാര്യം നിങ്ങളോടായി മൊഴിഞ്ഞോട്ടെ. സിനിമയുടെ പേര് ബെസ്റ്റി എന്നാണ് കേട്ടോ. ഇത് മുഴുവൻ കണ്ടു തീർത്തതിനു ശേഷം ഈ പടത്തിന് ഈ സിനിമയുടെ പേരുമായി എന്താണ് ബന്ധമെന്നുള്ളത് മനസ്സിലായവർ ഉണ്ടെങ്കിൽ ദയവായി എനിക്കൊന്ന് പറഞ്ഞു തരണം. സോ പടം ആരംഭിക്കുന്നത് മലബാറിലെ ഒരു മാപ്പിള ലഹള കാണിച്ചുകൊണ്ടാണ്. ഐ മീൻ ഒരു നിക്കാഹ്. കടലിന്റെ മുമ്പിൽ ഒരു കട കണ്ടു. ഐഡിയ, ആ ആശയം ഒരു കവിതയായി രൂപം പ്രാപിച്ചു. ഒന്ന് കേൾക്കൂ. പാട്ട് കഴിഞ്ഞതും ഏതോ ഒരു നാരി മൊബൈലിന് റേഞ്ച് ഇല്ലാത്തോണ്ട് ടവറിന് മുകളിൽ കാമുകിനെ വിളിക്കാൻ കയറിയതാണെന്ന് കരുതരുത്. ദിസ് ഈസ് ആൻ ആത്മഹത്യം. അതങ്ങോട്ട് കഴിഞ്ഞൊരു 4.5 സെക്കൻഡ് കഴിഞ്ഞതും വീണ്ടും ഒരു പാട്ട്, കൂടെ പിന്നെ ഒരു നിക്കാഹും. പാട്ട് പാടിക്കൊടുക്കാൻ ആരും ഇല്ലാത്തോണ്ട് കല്യാണ പെണ്ണ് എന്നെ അങ്ങ് പാട്ട് പാടുകയാണ്. പാട്ട് കഴിഞ്ഞതും പിന്നെ ഒരു ആത്മഹത്യ സീന്. എന്തായത് ഒരു പാട്ട് കഴിഞ്ഞ ഒരു ആത്മഹത്യ, ഒരു ആത്മഹത്യ കഴിഞ്ഞ പിന്നൊരു പാട്ടാ. ഏത് ചാണാക്കുഴി കിടന്ന കയറെടുത്ത് കെട്ടിത്തൂങ്ങി ചാവാൻ പോണത്. ഓ തമാശ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. പഴക്കൊല കെട്ടിത്തൂക്കണ കയറിൽ ഒരു ഏത്തപ്പഴം കെട്ടിത്തൂങ്ങി ചാവാൻ നോക്കണം. ഈ ചാവാൻ നോക്കിയ ഒരു സൂക്കേടുള്ളവരാണ് ഗൈസ്. ഈ നാട്ടിലെ ഏത് പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞാലും ആ പെൺകുട്ടിയായിട്ട് പ്രേമാണെന്ന് പറഞ്ഞിട്ട് സാബു ആത്മഹത്യ ചെയ്യും. ശേഷം ചാവാൻ നോക്കിയതിന് ഒരു മുക്രിയും കൂടെ മുന്തിരി ഇന്നയാണ്. അല്ല, ചാവാൻ നോക്കിയില്ല, മുക്രി മാത്രമേ മുന്തിരി ഇന്നുള്ളൂ. മുന്തിരി ഇന്ന മുക്രിക്ക് പെട്ടെന്ന് ഒരു കോമഡി ഓർമ്മ വരും. ഓ അപ്പൊ ഇത് മറ്റേതാണല്ലേ? മറ്റേതാ? ആ ഹൈവേ. ഹൈവേ ഒരാൾക്ക് മാത്രം അങ്ങോട്ട് തോന്നുന്നൊരു സ്നേഹം ഉണ്ടല്ലോ. ഇനി ഇതാണ് നമ്മുടെ നായിക. ഇത് നമ്മുടെ നായകൻ. ഇവരുടെ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. നായിക നമുക്കൊരു ഹണിമൂണൊക്കെ പോകണ്ടേക്ക. കെട്ട് കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് എവിടെയും പോണ ശീലം അവരില്ലാന്ന്. ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യണ്ടേ? ഷൈന, എനിക്ക് ഓഫീസിൽ നല്ല തിരക്കാണ്. മാക്സിമം ഒരു ദിവസം. ഇവൻ ജനിച്ചപ്പോഴേ പഴമാണെന്ന് തിരിച്ചറിഞ്ഞ വീട്ടുകാരെല്ലാം കൂടി ഇവർക്കൊരു ഹണിമൂൺ ട്രിപ്പ് അങ്ങ് പ്ലാൻ ചെയ്യും. അയ്യോ എന്നാ പിടിച്ചോ, ഇന്നാ ഒരു കോമഡി. മൂന്നാർ കുളുമണാലി സ്ഥലത്തിന്റെ പേര് പിക്നിക്. വെച്ച് നോക്കിക്കൊണ്ടിരുന്ന കാര്യമൊന്നും നടക്കൂലെന്ന് മനസ്സിലാക്കിയ നമ്മുടെ നായിക നമുക്ക് വല്ല ക്ലബിലെ പോയി 2 ബീറൊക്കെ അടിച്ച് അവിടെ കിടന്ന് കുണുങ്ങാന്ന് പറയും. മനസ്സില്ല മനസ്സോടെ ആണെങ്കിൽ ഈ മൊണ്ണ സമ്മതിക്കും. ഇച്ചിരി ത്രില്ലടിക്കുക, അവന്റെ അടുത്ത് ഒരു നീ ബൈക്ക് എടുത്ത് വന്ന് ബൈക്ക് ഓടിക്കുക അറിഞ്ഞിടത്ത് ഈ കിഴങ്ങ് അവിടെ അപ്പം പോലെ നിൽക്കും. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കെന്ന് പറഞ്ഞ് അവള് ബൈക്ക് എടുത്ത് അവനെയും കൊണ്ട് കറങ്ങാൻ പോകും. കയറി പുറകെ ഇരി മൊണ്ണ നിന്ന് മുണങ്ങാതെ എന്ന് പറഞ്ഞ് അവൾ അവനെയും കൊണ്ട് കറങ്ങാൻ അങ്ങ് പോവുകയാണ് ഗൈസ്. അങ്ങനെ അവിടെ നിന്ന് ബൈക്ക് ഓടിച്ചൊരു പാതിരാത്രി പാർട്ടിക്ക് അവർ എത്തുകയാണ്. അവിടെ അങ്ങനെ നമ്മുടെ നായിക എൻജോയ് ചെയ്യുകയാണ്. എല്ലാരും അവിടെ ആക്റ്റീവായി ഇരിക്കുമ്പോൾ ഈ കളർ കഴുത മാത്രം ഡീആക്ടിവേറ്റ് ആയി സ്വിച്ച് ഓഫ് ആയി ഒരു മൂലയിലിരിക്കും. മീൻവെയിൽ അവിടെ ഉണ്ടായിരുന്ന 2-3 സാമൂഹ്യ വിരുദ്ധന്മാർ ഇവന്റെ ഭാര്യയെ നോട്ടിട്ടിട്ട് അവന് കുടിക്കാൻ ഒരു കൊക്കക്കോള കൊണ്ടു കൊടുക്കും. അവൻ അവിടെ കൊക്കക്കോളയും കുടിച്ചിരിക്കവേ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാൻ വന്ന നായികയെ ആഭാസന്മാർ കയറി അലമ്പാൻ നോക്കും. അവിടെ നിന്ന് ഒരുവിധം ഓടി വെളിയിലിറങ്ങി അവൾ വന്ന് അവനെ നോക്കുമ്പോ അവന്റെ ഒരു കൈവരിയിൽ ചാരി കിടക്കണം. അപ്പൊ തന്നെ അവക്കൊരു കാര്യം മനസ്സിലാവും, ഇവനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന്. പക്ഷെ കബളിപ്പിക്കാൻ വന്നവർ കബളിപ്പിച്ചിട്ടല്ലേ പോകൂ. അവന്മാർ ഓടി നടന്ന് ഇവളെ പിറകെ കിടന്ന് കബളിപ്പിക്കാൻ ശ്രമിക്കും. അവന്റെ മുടി കൊള്ളല്ല, കുതിരയുടെ വാല് പോലെ ഇരിക്കും. ഉപയോഗിക്കാൻ നോക്കണോടാ. 45 വർഷം മുന്നേ ആണെങ്കിൽ ഇത് പോക്സോ ആയിരുന്നു. ഓൾറൈറ്റ് ഗൈസ്, അവള് വീണ്ടും അവിടെ നിന്ന് ബുള്ളറ്റ് എടുത്ത് രക്ഷപ്പെടും. ബട്ട് ലൈക്ക് ഐ സെഡ്, ബലാത്കാർ ചെയ്യാൻ വന്നവർ ബലാത്കാർ ചെയ്ത് വിടില്ലല്ലോ. അവന്മാരെ ആളെണ്ണം കൂട്ടി ഒരു കേക്കിന്റെ പീസ് എനിക്കും വേണമെന്ന് പറഞ്ഞ് കുറെ എണ്ണം അവന്മാരെ കൂടെ കൂടി. എന്നിട്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് അവളെ റോട്ടിൽ ഇങ്ങനെ ചേസ് ചെയ്ത് പോവുകയാണ്. അപ്പോഴത് അവിടെ എത്തുന്നു നമ്മുടെ നായകൻ. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പീഡിപ്പിച്ച വീഡിയോ ഒക്കെ വരുമ്പോ ഓരോരുത്തന്മാര് കമന്റ് ഇടും, തല്ലിക്കൊല്ലണവന്മാരെ സാധനം ചെത്തിക്കളാണെന്നൊക്കെ. ഈ സോഷ്യൽ മീഡിയയിൽ പീഡനം നടന്നു കഴിഞ്ഞു പറയുന്നതിന് നല്ലത് നടക്കും മുമ്പേ അത് ചെത്തിക്കളയുന്നതല്ലേ അതിന്റെ ഒരു അവനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയ കൂടുതലെന്ന് മനസ്സിലായ നായിക മാനം പോണതിന് മുന്നേ തിരിച്ചടിക്കാന്ന് പറഞ്ഞു അവൾ അവിടെ ഉഗ്രം ഫൈറ്റാണ്. അങ്ങനെ
ഫൈറ്റ് കഴിഞ്ഞ് തിരികെ പോണ വഴിക്ക് ഭർത്താവിനെ നോക്കുമ്പോ അവ അവിടെ തെർമോക്കോൾ പോലെ കിടക്കുകയാണ്. മനസ്സിന് അവനെ 10 തള്ളക്കും വിളിച്ച് അവൾ നമ്മുടെ 1% മമ്മൂട്ടിയുടെ ബൈക്കിൽ കയറി യാത്ര പോവുകയാണ്. പോണ വഴിക്ക് 1% മമ്മൂട്ടി ബൈക്ക് സൈഡാക്കി കൈ കൊണ്ട് 1% ഒന്ന് കാണിക്കും. ഐ മീൻ 1 പോണൊന്ന് കാണിക്കും. ഇയാൾക്ക് വേണോ? നീ ഒഴിച്ചുകളയാൻ പോണം മൂത്രം എന്തിന്റെ ഇവക്ക്? സ്വന്തം മൂത്രം കുടിക്കുന്ന 2 പേര് ഈ കേരളക്കരയിലുള്ളൂ. 1 മുട്ടനാടും 2 കൊല്ലം തുളസിയും. ഇനി പെടുക്കാൻ നിൽക്കുമ്പോ അവിടെ ഒരു കോമഡി. അവിടെ നിക്ക്. ഐശ്വര്യ ജേ ആ പുറത്തേട്ട് അകത്തേട്ടേക്ക് ഇല്ലല്ലേ വരാനാച്ചിട്ട് ആരെ പൊരിച്ചടിച്ചു. വീരാൻകൂടെ ഭാര്യ ഇത് ഏവന്റെ കൂടെ കയറി പോണെന്ന് ഏവനും. അവനാണെങ്കിൽ വിശന്നാൽ പിടിച്ചിരിക്കാനും പറ്റില്ല, പരദൂഷണം പറഞ്ഞില്ലെങ്കിൽ ഉറക്കവും വരൂല. നാട്ടിൽ ചെന്ന് ഇവ അത് ഇക്കൾ വെട്ടാതെ പറയും. നാട്ടുകാർ വലിയൊരു കഥ ഇറക്കും, അത് പിന്നെ പാട്ടാക്കും, നാട് മൊത്തം വൈറലാകും. അടിച്ച് ബോധം പോയി നമ്മുടെ നായകൻ കുടിച്ച കുപ്പിയുടെ എണ്ണ എടുക്കാതെ അവ അവിടെ നിന്ന് എണീക്കും. നീ ഇന്നലെ രാത്രി ഒരു കോളയല്ലേ കുടിക്കുന്നുണ്ട്? ആ ബീർ മൊത്തം നീ ആണ് കുടിച്ചത്. വല്ലാത്ത കപ്പാസിറ്റി എന്നടാ, ടാങ്കർ ലോറി എന്നെ. നീ മുഖച്ചായ കണ്ടറിയാം നല്ല ഹാങ് ഓവർ ഉണ്ടെന്ന്. ബട്ട് ഗൈസ് ഇവനെ ചതിക്കുകയായിരുന്നു. ഇവൻ കുടിച്ച കോളയിൽ ആരോ എന്തോ കലക്കി കൊടുത്തിരുന്നത്. പക്ഷെ ഇന്നലെ നടന്ന വിഷയങ്ങളെല്ലാം ഓർത്ത് കട്ടിലിൽ കമിഴ്ന്ന് കിടന്ന് തലേണയും കെട്ടിപ്പിടിച്ച് നായിക മോങ്ങുവാണ്. തെളിഞ്ഞ ബോധം മറയും മുന്നേ നമ്മുടെ നായകൻ നേരെ അവളെ വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. ഉള്ള ആരും അവ ഉള്ള പോലെ പറഞ്ഞല്ലോ. അവളെ തന്തയോട് അവൻ പറയും, സ്വല്പം മദ്യം പോലും അടിക്കാത്ത എന്നെ ആരോ മയക്കുമരുന്ന് തന്ന് മയക്കി അച്ഛ. അല്ല ബാപ്പ. ബട്ട് ആ സമയം കൊണ്ട് ഇവൾ ഈ ഹറാം പിറന്നവൾ മറ്റൊരു അന്യ പുരുഷന്റെ കൂടെ ഹലാക്കിന്റെ പണിക്ക് പോയേക്കണ്. അല്ലാ ഇബ്ലീസിന്റെ പണി ചെയ്ത ഓള ഇനി നമുക്ക് വേണ്ട. ഇത്രയും തരം ഈ സിനിമ വെണ്ടയ്ക്ക് പോലെ കണ്ടോണ്ടിരുന്ന നമുക്ക് ഇവന് കോളയിൽ ആരോ എന്തോ കലക്കി കൊടുത്ത് മയക്കിയതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സംവിധായകൻ ബ്രില്യന്റ് ആയിട്ട് വീണ്ടും നമുക്ക് അതേ സീൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരികയാണ്. അല്ലെങ്കിൽ ഇവൻ ആരെങ്കിലും വല്ലതും കൊടുത്ത് മയക്കില്ലെങ്കിലേ അതിശയുള്ളൂ. ഇവിടെ എല്ലാരും കിടന്ന് എൻജോയ് ചെയ്യുമ്പോഴേ വടി വിഴുങ്ങി കണക്ക് ബാക്കിൽ കയറി ഇരിക്കണം. യവനൊക്കെ കൊച്ചിലെ ഹാഫ് ലാവാൻ പഠിപ്പിക്കണോ? വീട്ടുകാർക്കെങ്കിലും പുണ്യം കിട്ടിപ്പോയാൻ. യവനൊക്കെ അപ്ഗ്രേഡ് മൊണ്ണ. പിന്നെ നേരെ കണ്ട അവർ രണ്ടുപേരും കൂടെ തമ്മിൽ തർക്കിക്കും. ബെഡ്റൂമിൽ കയറിയാലും സർവേ കല്ല്, അല്ല പാർട്ടിക്കും പോയി ഡാൻസ് കളിച്ച് അവിടെയും കയറി സർവേ കല്ല്, കക്കൂസ് കയറി അവിടെയും കയറി സർവേ കല്ല് പോലെ ഇരിക്കണ യവനെ എനിക്ക് വേണ്ടെന്ന് അവളും. പടച്ചോന് നിരക്കാതെ അഴിഞ്ഞാടി നടക്കണ അന്നെ എനക്കും വേണ്ടെന്ന് അവനും. സ്ത്രീകളോട് നിങ്ങൾ വളരെ നല്ല നിലക്ക് പെരുമാറണമെന്ന് ഖുർആൻ. അങ്ങനെ 1-ാം തലാക്ക് 2-ാം തലാക്ക് മുത്തലാക്ക് എന്ന് പറഞ്ഞ് അവളെ തലാക്ക് ചൊല്ലിയതിനു ശേഷം അവളുടെ ഒരു കൂട്ടുകാരനും കൂട്ടുകാരി അന്നേ ദിവസം പാർട്ടിയിൽ ഉണ്ടായിരുന്നവർ അവളെ കാണാൻ വന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഒരു സീൻ തന്നെ 4 വട്ടം ഉമ്മരിങ്ങനെ കാണിക്കുന്നു. എടാ നമുക്ക് മനസ്സിലായി ഇവന് കോളൽ എന്തോ കൊടുത്താണ് ഇവനെ മയക്കി കിടത്തിയെന്ന്. 14 വട്ടം ഒരു സിനിമയിൽ ആ സീൻ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഇനി അവർ രണ്ടുപേരും കൂടി നേരെ പോയിട്ട് അവന്റെ അടുത്ത് ഇതേ കാര്യം പറയും. നിന്നെ മയക്കി കിടത്തിന് ശേഷം അവളെ ആരോ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, അവിടെ വന്ന് ഒരുത്ത അവളുടെ മാന രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ അടുത്ത് കഥയൊക്കെ പറയും. അപ്പൊ ഓന് മനസ്സിലാവും ഓൻ ചെയ്തത് വലിയ തെറ്റാണെന്ന്. നാട്ടുകാരെ വാക്കം കേട്ട് രാമൻ സീതയെ സംശയിച്ച പോലെ ഓന്റെ സംശയവും ബലാക്കിലായി പോയെന്ന് ഓന് മനസ്സിലാകും. അപ്പൊ തന്നെ അവന് വീണ്ടും ഓളെ നിക്കാഹിയാണ്. ഈ കഴിവേർക്ക് ഭ്രാന്താണ്. യവനല്ലേ നേരത്തെ വള വേണ്ടെന്ന് പറഞ്ഞു പോയത്. ഫോണിൽ കൂടെ തലാക്ക് ഇല്ലാണത് ഇല്ലീഗലായി പോയി. ഇല്ലെങ്കിൽ അപ്പൊ തന്നെ ഫോണിൽ കൂടെ വിളിച്ച് തലാക്ക് കൊല്ലി കളഞ്ഞാണ്. ഇപ്പൊ അവന് പിന്നെ അവളെ കെട്ടണം പോലും. മടലിന് മാറി അടിച്ചു കൊടുക്കണ്ടേ അവന്. എന്തായാലും അങ്ങനെ എങ്ങനെയും തലാക്ക് കൊല്ലിയ പെണ്ണിനെ കെട്ടാൻ പറ്റൂല. അതിന് ഇവിടെ ഞമ്മന്റെ ആൾക്കാർ കുറച്ച് നിയമമൊക്കെ ഉണ്ട്. ഒരു തവണ തലാക്ക് കൊല്ലിയ പെണ്ണിനെ വേറൊരുത്തന് അവളെ കെട്ടിയിട്ട് അവ ഇവളെ മൊഴിയില്ല മാത്രമേ ഇവൻ അവളെ പിന്നെയും കെട്ടാൻ പറ്റൂ. ഇതെന്താണ് പറയണ അറബിയ? വെയിറ്റ്, ഒരു കോമഡി കണ്ടിട്ട് പോക്കോളൂ. 78 ഉറുപ്പിക. അടച്ചോനെ പേഴ്സെടുത്തില്ല. ഫോണുണ്ടല്ലോ, ഗൂഗിൾ പേ ഇല്ലേ? ശിവരമ നീ എന്റെ കാശ് കൂടെ കൊടുത്തരേ, ഞാൻ ഗൂഗിൾ പേ എടുക്കാൻ മറന്നു. അങ്ങനെ നമ്മുടെ നായകന് 2ാമത് നിക്കാഹ് കഴിക്കാൻ വരുന്ന ആളാണ് മിസ്റ്റർ ഇന്ത്യ വേൾഡ് ടൈറ്റിൽ 1990 ആ സമയത്ത് എപ്പോഴങ്ങോട്ട് വിന്നറായ മിസ്റ്റർ അബു സലീം. പുള്ളി എല്ലാം പറഞ്ഞ് കൺവിൻസ് ആക്കി കൊണ്ടുവരും. കല്യാണ ദിവസം ആശ അടിച്ച് പൂസായി ഒരു മതിൽ ചാരി നിൽക്കും. എടോ നിക്കാഹിന് സമയം ഒന്ന് ഇറങ്ങി വാ. പാവം കൺവിൻസിങ് സ്റ്റാറിന്റെ 2 കൺവിൻസിങ് ആണ് വേസ്റ്റ് ആയത്. ഒടുവിൽ ഇനി വഴിയില്ലാന്ന് മനസ്സിലാക്കി നമ്മുടെ നായക തന്റെ കൂട്ടുകാരനെ വിളിക്കും. ആരാണ് ആ കൂട്ടുകാരൻ? 2 ദിവസം മുന്നേ പരിചയപ്പെട്ടില്ലേ, നമ്മുടെ 1% മമ്മൂട്ടി. പുള്ളിയെ വിളിച്ച് അപേക്ഷിക്കും, നിനക്കെന്നെ ഒന്ന് നിക്കാഹ് ചെയ്യാൻ പോടാ കുട്ടാ, കുറച്ച് കാശ് ഞാൻ തരുന്നതായിരിക്കും. ചടങ്ങൊക്കെ കഴിഞ്ഞ അടുത്ത രാവുകാലത്തിന് മുന്നേ നിനക്ക് എന്നെ മൊഴി ചൊല്ലി അങ്ങ് പോവുകയും ചെയ്യാം. ഏത് 40 കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാതിരുന്ന അവനുണ്ടോ ഇതിൽ വലിയ സന്തോഷം? പൈസ തന്നില്ലെങ്കിലും വേണ്ടേ, പെണ്ണ് കിട്ടിയാൽ മതി എന്നും പറഞ്ഞു ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കല്യാണം കഴിക്കലൊന്നും പറഞ്ഞ അടുത്ത വണ്ടി കയറി അവ ഇവിടെ വരും. കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രി ഇവള് പാലം കൊണ്ടൊക്കെ പോണം. പഴയ ഭർത്താവ് വെളിയിൽ കസേറിട്ട് ഇരിക്കണം. ഇതെന്താടാ ഇത്, കക്ലോടാ? അവളെ സന്തോഷം കണ്ടാ തോന്നുന്നു അവള് മമ്മൂട്ടിയാണ് കിട്ടിയെന്ന്. എന്റെ പെങ്കൊച്ച അത് മമ്മൂട്ടിയൊന്നും അല്ല. ആ മുഖം ഫേസ് വാഷ് ഇട്ട് ഒന്ന് നല്ലോണം കഴുകിയെടുത്താലേ അതിൽ 1% മാത്രമേ മമ്മൂട്ടിയുള്ളൂ, ബാക്കി 99 മൺചട്ടിയാണ്. അയ്യോ കറക്റ്റ് മമ്മൂട്ടി തന്നെ അല്ലേ? കാര്യം ഇതൊക്കെയാണെങ്കിൽ മമ്മൂട്ടിയുടെ DNA 99% ഹോൾസെയിലായിട്ട് കിട്ടിയത് ഇദ്ദേഹത്തിനാണ്. എന്തായാലും റൂമിൽ കയറി അവനോട് ചോദിക്കും നിന്റെ ബാക്ക് സ്റ്റോറി പറയാൻ. അപ്പൊ അവൻ പറയും ഞാൻ സാമ്രാജ്യത്തിലെ മമ്മൂട്ടിയാണെന്ന്. എന്നിട്ട് മമ്മൂട്ടിയുടെ മിമിക്രി ചെയ്യും. നീ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ?
ഹാജി മസ്താന്റെയും കരീം ലാലയുടെയും ചോട്ടാ രാജന്റെയും പഴയ ബോംബ്. ഈ കടലിന് എത്ര ആഴം കാണും? എന്താ ആഴം അളക്കാതെ പറയാൻ സാധിക്കില്ല. അതിനിറങ്ങി തന്നെ നോക്കണം. തള്ളിയതാണോ? തോന്നിയോ? ഓവർ ആക്ടിങ്ങിന്റെ റാണി. 1 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞ 9 രൂപയ്ക്ക് അഭിനയിക്കും. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴേ ഒരു കോമഡി. തലാക്കം എല്ലാം പറയുമ്പോ അവൻ പറയാ തലാക്ക തേങ്ങ കൊല. 40 വയസ്സായിട്ട് പെണ്ണ് കിട്ടാതെ വിത്തുകളായിട്ട് നടന്ന എനിക്കൊരു പെണ്ണിനെയും കിട്ടി. ഇഷ്ടം പോലെ സ്വത്തും കിട്ടുമ്പോഴത്തേക്കുമേ ഞാൻ പിറ്റേന്ന് രാവിലെ തലാക്കം ചൊല്ലി അങ്ങ് ചുമ്മാ പോണമെന്ന് ഇങ്ങനെ പൊളിസണമെന്ന് പറഞ്ഞ് അവൻ പതുക്കെ അങ്ങ് തേക്കില്ല ഓമാര. തൽക്കാലം ഞാൻ മൊഴിയെല്ലാം ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് രാത്രി ഞാൻ തന്നെ ഭർത്താവെന്നും പറഞ്ഞ് അവളെ റൂമിൽ കിടന്ന് ക്യൂട്ട്നെസ് കാണിക്കും. തന്നടേ തന്നെ നീ പൂക്കി സൗദം തന്നെ. അത് കഴിഞ്ഞ് പിറ്റേന്ന് പമ്പ് സെറ്റും വാടാക്കി എടുത്ത് വായ്ക്കകത്ത് വെച്ചില്ല അവന്റെ കൂട്ടുകാരൻ വരും. അവൻ വന്ന് എല്ലാരും വായിൽ തുപ്പി കൊടുക്കും. ഇവൻ എന്നാ പിന്നെ കാർ വാഷിന്റെ പണി തുടങ്ങി കൂടെ വായ്ക്കൂടെ പ്രഷർ വാഷല്ലേ അടിക്കുന്നത്. എന്തായാലും ഓമാരെ ശല്യം സഹിക്കവയാതെ ഓമാരെ ഒഴിപ്പിക്കാനായിട്ട് ഒരു വലിയ ഗുണ്ടാ നേതാവിന്റെ അടുത്തേക്ക് ചെല്ലും. നടു റോഡിൽ അധോലോകം തുറന്നു വെച്ചേക്കണ ഈ ഗുണ്ടാ നേതാവ് തിരൂരങ്ങാടിയിൽ എവിടെയാണ് ഉള്ളത്? അല്ല ലൊക്കേഷൻ ഇറങ്ങി 2 വർക്ക് പിടിച്ചു കൊടുക്കാറുന്നല്ലേ. ഞാൻ പ്രശസ്ത ഗുണ്ടാ നേതാവ് ഹംസമോൻ. ഹംസമോൻ 4 റിട്ടയർഡ് വൃദ്ധന്മാരെ ഗുണ്ടകളെന്നും പറഞ്ഞ് അയക്കും. വന്നപ്പോ തന്നെ കോല വീണ് ഉണ്ട പൊട്ടിയെന്ന് പറഞ്ഞ അവന്മാർ അവിടെ കിടന്ന് കുതിച്ചിട്ട് വീട്ടിൽ പോകും. ഇതെന്തൊരു കൂടെ ഉള്ളവരും ചടന എല്ലാവർക്കും കൂടി 2 ഉണ്ടേ ഉള്ള അവന്മാര് സിനിമ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇതൊക്കെ കോമഡിയാണെന്ന്. ഇനി വന്ന ഗുണ്ടകൾ മൊണ്ണയാണെന്ന് മനസ്സിലാക്കി ഇവൻ ഒറിജിനൽ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇറക്കി 1% മമ്മൂട്ടിനെ ഇടിക്കാൻ ശ്രമിക്കും. തലയടിച്ച് വീഴുമ്പോ താളത്തിൽ പാട്ട് കേൾക്കണ എന്തെന്ന് ചോദിച്ചാൽ പയറ്റിനിടയിൽ നമ്മുടെ അസ്കർ സൗദാന്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വരും. അപ്പൊ കേൾക്കുന്ന റിംഗ് ടൂണ് ഇവനെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും. ആ പാട്ട് അവന്റെ പഴയ കാമുകിയുടേതാണ്. അവൾ പാടിയ പാട്ടാണ് ആ റിംഗ് ടൂണായി കേട്ടത്. കാര്യം നിസ്സാരമായി ഞാൻ ഒറ്റ ശ്വാസത്തിൽ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരാം. അതായത് അസ്കർ സൗദാന്റെ സഹോദരിയാണ് ഇവന്റെ പഴയ കാമുകി. അവളെ ഒരു ദിവസം അവനൊരു കഫേയിൽ വെച്ച് കാണുകയുണ്ടായി. കഫേയിൽ വെച്ച് അവളുടെ റീല് തന്നെ അവൻ കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അത് അവൾ വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്നു. അവൻ അവളോട് ക്രഷ് അടിക്കും. പിന്നെ 24 മണിക്കൂറും അവളെ റീലും കണ്ടങ്ങനെ ഇരിക്കുകയാണ്. ഒടുവിൽ വല്ലച്ചാദ്യം വലിച്ചഴിച്ച് അവർ 2 പേരും കൂടി പ്രേമത്തിലാക്കും. അതിന്റെ ഇടയിൽ കുറെ പാട്ടുകളുണ്ട്. പണ്ടത്തെ ആൽബം സോങ്ങിലൊക്കെ മാപ്പിളപ്പാട്ട് പാടാൻ പറഞ്ഞ തട്ടവിട്ട് പെമ്പിള്ളേര് പറയൂല, അതുപോലെ കുറെ പാട്ട് റീലായിട്ട് ഇതിലിങ്ങനെ കാണിക്കും. ഇതൊരു സിനിമ എന്ന് പറയുന്നതിലുപരി ഒരു ആൽബം സോങ് ആയി കാണാനാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ചേർത്തോണ്ട് ചറവറാന്ന് പറഞ്ഞൊരു 4-5 പാട്ടങ്ങ് പടത്തിൽ വെക്കും. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ആൽബം കാസറ്റായിട്ട് ഇറക്കിയാൽ മതിയായിരുന്നു. പാട്ടിന്റെ ഇടയിൽ കൂടെ ഒരു ഷോർട്ട് ഫിലിം എന്നാണ് ഈ പടത്തിന് നമുക്ക് പറയാനുള്ളത്. ഓ ശങ്കർ ലെവലിലൊക്കെ പൊണ്ണാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഏത് ഇടവഴിയിൽ ഗ്രീൻ സ്ക്രീൻ വെച്ച് എടുത്തത് അല്ല, ഇത് ഒറിജിനലായിട്ട് ഇവരിവിടെ പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇനി എന്താണ് സംഭവിച്ചത് വെച്ചാൽ ഇവന്റെ പഴയ കാമുകിലെ, അതായത് ഈ പെൺകുട്ടി, ഇവൾ നിലവിൽ ഇപ്പോൾ കോമയിലാണ്. ഇനി ഇവൾ എങ്ങനെയാണ് കോമയിലായതെന്ന് അറിയാമോ? സംഭവം ഇവളുടെ കാമുകനായ ലവന് നല്ലൊരു പണക്കാരി പെണ്ണിന്റെ കല്യാണ ആലോചന വന്നതും അവൻ നൈസായിട്ട് ഇവളെ അങ്ങ് തേക്കും. മനം തോന്നുന്ന ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന ഇവളെ ബോംബെ എന്നും പറഞ്ഞ് ഏതാ ഗ്രീൻ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ നിൽക്കണം നമ്മുടെ 1% മമ്മൂട്ടി മോട്ടിവേഷൻ കൊടുത്ത് അവളെ രക്ഷിക്കും. മനുഷ്യനൊന്നും യശസ്വിയെന്നാകി മാടുവതില്ല. രക്ഷപ്പെട്ട അവള് വീഡിയോ കോളും വിളിച്ച് റോഡിന്റെ നടുക്കൂടെ കയറി നടക്കും. അപ്പൊ അതുവഴി ഒരു KSRTC ബസിന്റെ ഡ്രൈവർ കാർ ഓടിച്ച് പോകിയിരുന്നു. ആ പുള്ളി അങ്ങ് ആ കാറ് നമ്മുടെ നായികയുടേതായിരുന്നു. ആ കാർ ഓടിച്ചിരുന്നത് നമ്മുടെ നായകനായിരുന്നു. I mean 1% മമ്മൂട്ടിയല്ല, ദേ ഇവൻ. അതായത് ഇവൻ അവളെ ഒഴിവാക്കാനായിട്ട് ഇവൻ തന്നെ അവളെ കാറടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതാണ്.
വായിന്ന് എന്താ സോയ സോസാ വീണത്? അല്ല കറുത്ത ചോര. ഇത് മണവാളനല്ലേ? ഇല്ല, സൈഡിൽ നോക്കുമ്പോ അതേപോലെ. പിന്നെ നമുക്ക് ഊഹിക്കല്ലോ, സ്വന്തം സഹോദരിയെ കൊല്ലാൻ ശ്രമിച്ചവനെ നമ്മുടെ 1% മമ്മൂട്ടി വെറുതെ വിടും. ജന്മനാ കരട്ട കൂടിയായ നായികയും ജന്മനാ ശരീരത്തിൽ മമ്മൂട്ടിയുടെ DNA ഉള്ള 1% മമ്മൂട്ടിയും കൂടി വില്ലനെ അറിഞ്ഞ് തുണ്ടാക്കും. അല്ല പേടിക്കണ്ട, അവ എണിച്ച് തിരിച്ചടിക്കും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അവനെ കാറടിപ്പിച്ച് അവനെ എന്താ അവിടെ ആനയടിച്ച് നിർത്തിയേക്കണം. അവനെ സ്ക്രീനിൽ തുപ്പലിട്ട് ഒട്ടിച്ച് വെച്ചേക്കണടാ. കഴുതകൾ അവനെ അവിടെ വെട്ടി ഒട്ടിച്ച് വെച്ചേക്കണം. എന്തായാലും ഇത്രേ ഉള്ളു ഗൈസ്. അവനെ കുഴിയിലിട്ട് അവനെ കൊല്ലും. അങ്ങനെ അവൻ ചാവും. പടം ഖത്തം. പിന്നെ നമ്മുടെ കോമയിൽ കിടന്ന പെണ്ണില്ലേ, അവളാണ് ദാണ്ട ഈ വന്ന് ഇന്ന് കുണുങ്ങണം. പടം കഴിഞ്ഞു ഗൈസ്. നന്ദിയുണ്ട് ഗൈസ്, വളരെ നന്ദിയുണ്ട് ഇത്രയും സമയം നിങ്ങൾ ഈ സിനിമ ഇരുന്ന് കണ്ടതിൽ. ഇപ്പൊ നമ്മൾ തുല്യ ദുഃഖിതർ. പിന്നെ ഞാൻ ആദ്യം ചോദിച്ച ആ ചോദ്യമില്ല, ഈ സിനിമയുടെ പേര് ബെസ്റ്റി എന്നാണ്. ഈ സിനിമയും ബെസ്റ്റിയും തമ്മിൽ എന്താണ് ബന്ധം? ആർക്കെങ്കിലും മനസ്സിലായാൽ കമന്റ് ബോക്സിൽ ഉത്തരം എഴുതാൻ കനിവുണ്ടാകണം. അത് ശരി ഗൈസ്, നമുക്ക് അടുത്ത നല്ലൊരു റോസ്റ്റ് വീഡിയോയുമായി ഇനിയും കാണാം. എന്നാൽ ശരി, അങ്ങനെയാകട്ടെ, നമ്മൾ ഇനിയും കാണും. Thanks. Love you.